മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് കാതോർക്കുകയാണ് കേരളം. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാകും? ഈ ചോദ്യത്തിന് 10 ദിവസമായി കാത്തിരിക്കുകയാണ് നമ്മൾ. ഇന്ന് എന്തായാലും ഒരു ഉത്തരം കിട്ടുമെന്നാണ് പ്രതീക്ഷ. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി യോഗം KPCC ആസ്ഥാനത്ത് ഇന്ദിരാഭവനിൽ ചേരും. അതിനുശേഷമായിരിക്കും ഔദ്യോഗികമായ പ്രഖ്യാപനം വരാൻ പോകുന്നത്. പ്രതീക്ഷ കൈവിടാതെ കാത്തിരിക്കുകയാണ് KC, RC, VD പക്ഷങ്ങൾ. നമുക്കൊരു കാര്യം ചെയ്യാം. ഡൽഹിയിൽ നിന്ന് വിനീത വിജയ് ചേരുന്നുണ്ട്. തിരുവനന്തപുരത്ത് KPCC ആസ്ഥാനത്ത് നിന്ന് ആഷ്മി താജ് ഇബ്രാഹിം ചേരും. അതുപോലെ ആലുവ ദേശത്തെ VD സതീശൻ്റെ വീടിന് മുന്നിൽ നിന്ന് KR ഗോപികൃഷ്ണൻ ചേരും. അതുപോലെ കണ്ടോൺമെൻറ്റ് ഹൗസിന്, അതായത് പ്രതിപക്ഷ നേതാവിൻ്റെ വീട് കണ്ടോൺമെൻറ്റ് ഹൗസാണ്, അതിന് മുന്നിൽ നിന്ന് R ശ്രീജിത്ത് ഉണ്ടാകും. അതുപോലെ തിരുവനന്തപുരത്തെ രമേശ് ചെന്നിത്തല വീടിന് മുന്നിൽ നിന്ന് ഷബീദ് റാവുത്തറും സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് നമ്മുടെ നിരീക്ഷകൻ B ദിലീപ് കുമാറും ചേരുകയാണ്. എല്ലാവർക്കും സുപ്രഭാതം, ഗുഡ് മോർണിംഗ്. ആദ്യം നമ്മൾ ഡൽഹിയിലേക്ക് പോകുന്നു. വിനീത, എനിക്ക് തോന്നുന്നത് ഖർഗയുടെ വീടിന് മുന്നിലാണോ വിനീത ഉള്ളത്? ഇന്നലെ എത്രയോ മണിക്കൂറുകൂടെ കാത്തിരുന്നു. എനിക്ക് തോന്നുന്നു ജയറാം രമേശ് ഇറങ്ങി വരുമ്പോൾ ഇതാ വരുന്നു മുഖ്യമന്ത്രി എന്നുവരെ നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ കപ്പിനും ചുട്ടിനും ഇടയിൽ ആ മുഖ്യമന്ത്രി കളഞ്ഞുപോയി. വീണ്ടും നാളെയെങ്കിലും പറയുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ട് പോയി. അത് ഇത്രയും ആശ്വാസം. ഇന്ന് ഉച്ചയ്ക്ക് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വെരി ഗുഡ് മോർണിംഗ് എസ് കെ. ഞാനിപ്പോൾ നിൽക്കുന്നത് KC വേണുഗോപാലിന്റെ വസതിക്ക് മുൻപിലാണ്. ലോധി എസ്റ്റേറ്റിലെ 51 നമ്പർ വസതി KC വേണുഗോപാലിന്റെ വസതിയാണ്. ആ വസതിയിൽ അദ്ദേഹം ഇപ്പോഴും വീട്ടിൽ തന്നെയാണുള്ളത്. അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. അദ്ദേഹം ഇന്ന് ഒരുപക്ഷെ കേരളത്തിലേക്ക് പോയിക്കുമെന്നൊക്കെയുള്ള ചില സൂചനകളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ അദ്ദേഹം നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോഴും അദ്ദേഹം വീട്ടിൽ നിന്ന് ഒരല്പം പുറത്തേക്ക് ഇറങ്ങുമെന്നൊക്കെ കരുതി വാഹനമൊക്കെ ഒരല്പം മുന്നോട്ടിട്ടതാണ്. പക്ഷെ പിന്നീട് ആ യാത്രയൊക്കെ മാറ്റിവെച്ചു തരത്തിലുള്ള വിവരങ്ങളൊക്കെ ലഭ്യമായിട്ടുണ്ട്. നമ്മൾ KC വേണുഗോപാലിന്റെ വസതിയുടെ വീടിന്റെ ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. ഇവിടെ നമ്മൾ ഇപ്പോൾ വീടിന്റെ മുന്നിലും ഒപ്പം RCയുടെ വീടിന്റെ മുന്നിലും ഒക്കെ വലിയ ആൾക്കൂട്ടവും ഒരു ആവേശവും ഒക്കെ കണ്ടിരുന്നുവെങ്കിൽ ഇവിടെ അത്തരത്തിലേക്കുള്ള ഒരു അന്തരീക്ഷമല്ല നമുക്ക് കാണാൻ കഴിയുന്നത്. KC ഇപ്പോഴും വീട്ടിലുണ്ടെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. വലിയ ആകാംക്ഷയോടെ തന്നെയാണ് ഈ കഴിഞ്ഞ 10 ദിവസവും കാത്തിരുന്നത്. ഇന്നലെ നിർണായകമായിട്ടുള്ള അവസാനഘട്ട ചർച്ചയ്ക്ക് ശേഷം പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് SK സൂചിപ്പിച്ചതുപോലെ നമ്മളൊക്കെ കരുതിയിരുന്നതാണ്. പക്ഷേ ആ പ്രഖ്യാപനത്തിനായി ഒരു അല്പം കൂടി കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ഏതാണെങ്കിലും മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടുണ്ട്. ആ തീരുമാനം നമ്മൾ അറിയണമെങ്കിൽ കുറച്ചുകൂടി കാത്തിരിക്കണം എന്നുള്ളത് തന്നെയാണ്. ആകാംക്ഷയോടെ തന്നെയാണ് കേരളം ആ തീരുമാനത്തിനായി കാത്തിരിക്കുന്നത്. 10 ദിവസം നീണ്ട നിർണായകമായിട്ടുള്ള ചർച്ചകൾ, മണിക്കൂറുകളോളം നീണ്ട കൂടിക്കാഴ്ചകൾ, ഒപ്പം തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം 3 പേരും ഇഞ്ചോടിഞ്ച് ആ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി പോരടിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അവരുടേതായിട്ടുള്ള വാദങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കുന്നു. ഇതാ ഏറ്റവും അവസാന നിമിഷവും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് 3 പേരും ഉള്ളത്. 3 ക്യാമ്പുകളും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. അതിൽ KCയെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഈ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ, ഇപ്പോൾ കർണാടകയിലാകട്ടെ അല്ലെങ്കിൽ ഹിമാചലിലാകട്ടെ, ഇവിടെയൊക്കെ ഒരു നമ്പറിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്ന രീതിയാണ് കോൺഗ്രസ്, ഒരു പാരമ്പര്യമാണ് കോൺഗ്രസിനുള്ളത്. അതുതന്നെ കേരളത്തിലും ഉണ്ടായേക്കുമെന്ന വലിയ ആത്മവിശ്വാസമാണ് KC പക്ഷത്തിനുള്ളത്. അങ്ങനെയെങ്കിൽ MLA-മാരുടെ അടക്കം വലിയ പിന്തുണ KC വേണുഗോപാലിനുണ്ട്. അത് അനുകൂലമാകുമെന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് KC പക്ഷമുള്ളത്. അദ്ദേഹം ഇപ്പോഴും എനിക്ക് പിന്നിലെ ഈ വസതിയിൽ തന്നെയാണ് തുടരുന്നത്. പക്ഷേ വിനീത വിജയാണ് വിവരങ്ങളുമായി ഡൽഹിയിലെ KC വേണുഗോപാലിന്റെ വസതിക്ക് മുന്നിൽ നിന്ന് ചേർന്നത്. ഇനി നിയമസഭാ കക്ഷി യോഗം ഇന്ന് ഉച്ചയ്ക്ക് ചേരും. 1 മണിക്കാണ് നിയമസഭാ കക്ഷി യോഗം. KPCC ആസ്ഥാനത്ത് ഇന്ദിരാഭവനിലാണ് നടക്കുക. ഇന്ദിരാഭവനിൽ നിന്ന് ആഷ്മി താജ് ഇബ്രാഹിം കൂടി നമുക്കൊപ്പം ചേരുന്നു. ആഷ്മി, ഗുഡ് മോർണിംഗ്. ആഷ്മി, രാവിലെ അവിടെ പ്രവർത്തകരൊക്കെ വന്നു തുടങ്ങിയോ? ആളനക്കമൊക്കെ ആയോ? മാത്രമല്ല, ഇതിനിടയിൽ ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നു, കേരളത്തിൽ എന്താ 144 പ്രഖ്യാപിച്ചു? ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. നമുക്ക് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കണം. അതാണ് അടിയന്തരമായ ആവശ്യം. പറയുക ആഷ്മി. ഉറപ്പായും SK 144 പ്രഖ്യാപിതേക്കാൾ വലുതാണ് SK കേരളത്തിന് മുഖ്യമന്ത്രി കിട്ടുക എന്നുള്ളത്. നമ്മൾ കാത്തിരിക്കുകയാണ്. നാളെ നീണ്ടുപോയി. 10 ദിവസം കഴിഞ്ഞ് ഇന്ന് 11ാം നാളാണ്. ഇനിയിപ്പോൾ നാളെ എന്നൊരു ഓപ്ഷൻ ഇല്ല. ഇന്ന് തന്നെയാണ്. ഇന്ന് ആ പ്രഖ്യാപനം ഉണ്ടാകും എന്ന് തന്നെ SK കരുതുന്നു. നമ്മൾ ഇന്നലെ വൈകുന്നേരം ആ പ്രഖ്യാപനം ഉണ്ടാകും. ഗേറ്റ് തുറന്ന് ജയറാം രമേശ് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ഒന്നുകിൽ ഒരു പ്രസ്ഥാനം വായിക്കാനാണ്, അല്ലാന്നുണ്ടെങ്കിൽ തൊട്ടു പിന്നാലെ മല്ലികാർജ്ജുൻ ഖർഗെ വരും. ഇന്നലെ രാത്രി തന്നെ അറിയും കേരളത്തിലെ മുഖ്യമന്ത്രി ആരാണ് എന്നെല്ലാവരും കരുതിയതാണ്. പക്ഷേ അതുണ്ടായില്ല. ഇന്നത്തേക്ക് ആ തീരുമാനം മാറ്റുകയാണ് എന്നറിയിച്ചു. എന്തായാലും ആ തീരുമാനം ഇവിടെ ഉണ്ടാകുന്നത് SK ഞാൻ നിൽക്കുന്ന KPCC ആസ്ഥാനം ഇന്ദിരാഭവനിലാണ്. ഇവിടെ 1 മണിക്കാണ് കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗം ചേരുന്നത്. പാർലമെന്ററി പാർട്ടി യോഗത്തിലേക്ക് എല്ലാ MLA-മാരെയും ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി അറിയിച്ചിട്ടുണ്ട്. എല്ലാ MLA-മാരും അവരിങ്ങോട്ടുള്ള വഴിയിലാണ്. കുറേയധികം MLA-മാർ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. VD സതീശൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അല്പസമയത്തിനകം അദ്ദേഹം ഇറങ്ങാൻ പോകുന്നു. അല്പസമയത്തിനകം അദ്ദേഹം ഇങ്ങോട്ടേക്ക് എത്താൻ പോകുന്നുണ്ട്. എന്തായാലും ഈ നിയമസഭാ കക്ഷി യോഗത്തിൽ MLA-മാർ അവരുടെ ലീഡറെ തെരഞ്ഞെടുക്കും, അവരുടെ നേതാവിനെ തെരഞ്ഞെടുക്കും. അങ്ങനെയാണ് ആ തെരഞ്ഞെടുക്കപ്പെടുന്ന നേതാവാണ് കേരളത്തിന്റെ
അടുത്ത 5 വർഷത്തെ മുഖ്യമന്ത്രി. അതാര് എന്നറിയാനാണ് ഇപ്പോഴും വലിയ ആകാംക്ഷ. ഇപ്പോഴും വലിയ ആകാംക്ഷ നിൽക്കുന്നുണ്ട്. 3 ക്യാമ്പുകൾ നമ്മൾ സംസാരിക്കുമ്പോൾ 3 ക്യാമ്പുകളും ആകാംക്ഷയുടെ മുൾമുനയിലാണ്. നമുക്കറിയാം ഏത് രീതിയിലാണ് പോയ ദിവസങ്ങളിൽ ചർച്ചകൾ മാരത്തോൺ ചർച്ചകൾ. ആ ചർച്ചകൾ ഉണ്ടാകുന്ന വെറുതെ ഒരു രസത്തിന് ഹൈക്കമാൻഡ് അങ്ങ് ചർച്ച നടത്തുന്നതല്ല. ഈ 3 നേതാക്കളും ഏബിളായ യോഗ്യതയുള്ള നേതാക്കളാണ്. കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ തന്നെയാണ് ഈ 3 നേതാക്കളും. അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും അയോഗ്യത ഉള്ളവരല്ല. ഓരോരോ തരത്തിൽ കപ്പാസിറ്റി ഓരോ രീതിയിലുള്ളവരാണ്. അപ്പോൾ അതിൽ 3 പേരിൽ ഒരാളെ എങ്ങനെ തിരഞ്ഞെടുക്കും എന്നതിനെ ചൊല്ലിയായിരുന്നു ഹൈക്കമാൻഡ് മാരത്തോൺ ചർച്ചകൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.